ഹായ് ഗെയ്സ്, ഞങ്ങൾ പജുമോളെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഒന്ന് 12ാമത്തെ ബർത്ത്ഡേ ആണ്. ഞങ്ങളെ മോൻ്റെയും ഫാസിൻ്റെയും ആദ്യത്തെ കൺമണിയാണ്. ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന വിഷ് ചെയ്യാൻ മറന്നു വരുന്നത്. ഓക്ക് സർപ്രൈസ് ആയിട്ടാണ് കേക്കൊക്കെ കിട്ടിയിട്ടോളെ. ചെറിയാമ്മി, അതായത് ചെറിയ മോളും കെട്ടിയവനും കൂടി കൊണ്ടുവന്ന കേക്കാണ്. എന്തായാലും അവൾ ഹാപ്പിയായി. ഞങ്ങളൊക്കെ ഇടയിൽ വെച്ചോൾ കേക്കൊക്കെ മുറിക്കുകയാണ്. വിശദമായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കുറച്ച് ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയതാണ്. അത് ഞാൻ ആദ്യം തന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ കാനിൽ ഉൾപ്പെടുത്തുന്നത്. അത് ഫസ്റ്റ് തന്നെ ഈ വീഡിയോ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ന്യൂസ് ചാനൽ. ഇതൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ ഈ വീഡിയോ. പിന്നെ അങ്ങ് പോയി ഒരു ദിവസം കൂടിയുള്ളെങ്കിലും 3 ദിവസം ഇടാനുള്ള വീഡിയോ ഞാൻ എടുത്ത് കിട്ടും. അത് പാർട്ട് 1, 2, 3 ആയിട്ട് ഞാനങ്ങനെ ഇടുകയാണ്. അല്ലാണ്ട് ഒന്നായിട്ട് ഇട്ടിട്ടാണെങ്കിൽ കാണാൻ നിങ്ങൾക്കും ബോറടിക്കും. വോയിസ് എടുത്ത് ഞാനും മതിയാവും, എഡിറ്റ് ചെയ്ത് കൊയ്യുകയും ചെയ്യും. നമ്മൾ വീഡിയോയിലേക്ക് അടുക്കല്ലേ. എന്നപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്നിട്ട് ഉണ്ടാക്കിയെക്കട്ടെ. ഇതാ മഞ്ഞളോട് ചോദിക്കാമല്ലോ. വാങ്ങിയല്ലേ ഇവിടെ ഇതിൽ കുരുമുളക് ഉണ്ടോ? പുകപ്പൊടിയും വേണോ? പുകപ്പൊടിയോ? ശർക്കരയും വേണ്ടേ? ശർക്കരയുണ്ട്, പിന്നെ ഏലക്കായും ചെറിയ ജീരകവും പച്ചമല്ലി മാണകിലാവും ആക്കടയുണ്ട്, അവിടെ ഉണ്ട് ചെറിയ ഉള്ളി. ഇന്ന് മക്കളെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാവ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കൽ എൻ്റെ ചാച്ചാണ്. ഉമ്മച്ചി ഉണ്ടാക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒക്കെ അറിഞ്ഞുകൂടാ. ഞാനൊക്കെ ഏലാക്കി വെക്കുകയാണ്. എന്നിട്ട് ഉള്ളവർ വിളിച്ച് ചോദിച്ചിട്ട് മട്ടൻ പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാവക്ക് ഏത് കലത്തിലിടണ്ടേ? കാവക്ക് ഏത് കലത്തിലിടണ്ടേ? കലല്ല, ചെറിയ കുഞ്ഞിച്ചെമ്പിലോ? ഇങ്ങനെ ചാച്ചനോട് വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ കാവ വെക്കേണ്ടി ഉമ്മച്ചിക്ക് അറിയാമെങ്കിലും ചാച്ച ഇന്നലെ മോളാർന്നൊക്കെ ഉണ്ടാക്കിയതാണല്ലോ. അങ്ങനെ ഇത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് കാവ. മൗലൂദ് ഉണ്ടാകുമ്പോഴല്ലോ ഉണ്ടാക്കുക. അതിനാവശ്യമുള്ള കുരുമുളക് എടുത്തിട്ടാക്കുന്ന കേക്ക് വൃത്തിയാക്കിയൊക്കെയാണ്. ഓള് പറഞ്ഞു നിങ്ങളെല്ലാം കൂടി കുറേശ്ശെ ചതക്കുകയും പൊടിക്കുകയൊക്കെ ചെയ്ത് ഞാൻ വെള്ളത്തിൽ അടുപ്പത്ത് വെച്ചേക്ക്, പോരായി ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ഇട്ടോളാം. ഞാനിതെല്ലാം കൂടി ഒന്നായിട്ട് പൊടിച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് നിന്നായി കേട്ടോ. ചുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലായിടത്തും ഉണ്ടാക്കാത്തൊരു സാധനമല്ലേ ഇതൊക്കെ. നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് എന്നിട്ട് ചതക്കിക്കാട്ടല്ലേ. ഏലക്കായി, മല്ലിയും ചെറിയ ജീരകവും അവയിലൊക്കെ ഇട്ടക്കാനോ കൂട്ടത്തിൽക്ക്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ കാവയൊക്കെ ഉണ്ടാക്കും. ഞാൻ ഇഞ്ചിയും ചുക്കും അല്ല, ഇഞ്ചി ഉണങ്ങി നീര് വറ്റുന്നതാണ് ചുക്ക്. തന്നെ ചത്തിക്കാം മാണ്ടിയ കൂട്ടണ്ടിയില്ല. ഇഞ്ചി ഇനി അധികം ഇപ്പം നമുക്ക് ബീഫിലിടാം. അങ്ങനത്തെ അങ്ങനെ ആരും ഇല്ല. ചാച്ച കുറച്ചെല്ലാം കൂടി നിങ്ങൾ ചതക്കി അടുപ്പത്ത് വെച്ചേക്ക്. ഇനി പോരാങ്ങിട ഞാനവിടെ വന്നിട്ട് പിന്നെ നമുക്ക് കുരുമുളകോ ഇന്നത്തെ വേണ്ടി വെച്ചാൽ ചതക്കി ഇടാം. അവിടെ വേഗം വരുമോ? തിരുമ്പാണ് കുളിച്ചാൽ മോലപ്പം വരും. അത് മാത്രം. എന്നിട്ട് കുരുമുളകും ഇതൊക്കെ നമുക്ക്. ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് ചതക്കാൻ വിചാരിച്ച ഉമ്മച്ചി പറഞ്ഞു അങ്ങനെ ഇടരുത്, ഇഞ്ചി വേറെ ചുക്ക് വേറെ. ഈ ചുക്ക് പൊടിച്ചതാണ് കേട്ടോ. അത് നല്ല പൊടിയെ കിട്ടി. ഇനി കൽക്കട്ടിയോ അങ്ങനത്തെ എന്തോ കൂട്ടി പൊടിച്ചിട്ടാണെങ്കിൽ നല്ല പൊടിയെ കിട്ടും. നമ്മൾ തൊണ്ടവേദനക്കൊക്കെ തിന്നലില്ലേ. പിന്നെ കുരുമുളകുണ്ട്, അതും പിന്നെ നല്ലോണം പൊടിച്ചെടുത്താളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചതങ്ങിയാലും പോരാ. അധികം പൊടിയായി പോയിക്കുകയാണെങ്കിൽ എന്താ പറയണ്ടേ, നമ്മൾ ബീഫ് വരട്ടാനും അങ്ങനത്തേനൊക്കെ അല്ലേ പറ്റും. ഇതിൽ കിടന്ന് നല്ലോണം വെന്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കേണ്ടതാണ് ഇതൊക്കെ. പിയ്യാനും കിട്ടൂല, പിന്നെ അധികം മുയ്ത്ത് പോവുകയും ചെയ്യുമല്ലോ. പിന്നെ കുരുമുളകും ചുക്കും വേറെ തന്നെ ചതക്കിയെടുത്ത്, പിന്നെ ഏലക്കായ ഉണ്ട്, പിന്നെ കുറച്ച് ചെറിയ ജീരകമുണ്ട്, പിന്നെ എന്തായാലും മല്ലി ഉണ്ട് കേട്ടോ, പച്ചമല്ലി. അതെല്ലാം കൂടി അതും ചതക്കിയെടുക്കണം കേട്ടോ. അത് പിന്നെ കുറേശ്ശെ ഉമ്മച്ചി എടുത്തിട്ടുള്ളൂ. ഉമ്മച്ചിൻ്റെ സംശയം ചുക്കും കുരുമുളകും അത് ഏറിപ്പോറുന്നതാണ് കേട്ടോ. അത് ഉമ്മച്ചി പാകത്തിന് എടുത്തിരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാച്ച പറഞ്ഞതോള് വന്നിട്ട് പോരായി എൻ്റെ ഇടാന്നാണ്. അപ്പോൾ ഏതായാലും ഇതുകൂടി ഞാൻ ചതക്കിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുമല്ലോ, അതെല്ലാം കൂടി അതിലേക്ക് ഇട്ടേക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം, ഉപ്പ് വേണം, ഒരു നുള്ള ഉപ്പ് വേണം, ശർക്കര വേണം, കൂവപ്പൊടി വേണം, ചെറിയുള്ളി അരിഞ്ഞിട്ടാണ് വറവ് ചെയ്യുകയും ചെയ്യട്ടോ. ഇങ്ങനെ ഇഞ്ചി ലാസ്റ്റാണ് ഞാൻ ചതക്കുന്നത്. ഇതിപ്പോൾ ചതക്കിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി, ബാക്കി നമുക്ക് ബീഫിൽ ഇടാണ്ട് കേട്ടോ. ഞാൻ
ഇതാണ് വെള്ളം വെച്ചേക്കല്ല, അടുപ്പത്തേക്ക് വെച്ചാട്ടെ, അടുപ്പത്തേക്ക് ഇട്ടാട്ടെ. ഓ ഓ ഒക്കെ ചതുക്കി എന്നിട്ട് വരാം. നിങ്ങൾ കുടിച്ചോളി, നമുക്ക് കണ്ടിട്ട് വരാം. ഉമ്മച്ചിയേ, ഉമ്മച്ചിയേടാ ആസിയേ, പാ ഉമ്മച്ചിയേടാ, എന്തോരം ഇടണാക്കി ഞാൻ വെള്ളത്തിലേക്ക്. ഞാൻ കുറേശ്ശെ ഇട്ടല്ലേ, ബാക്കി പോരാകില്ല. ഉമ്മച്ചിയോ ചാച്ചയെ വന്നിട്ട് ഇട്ടോട്ടെ. ചാച്ചയെ അങ്ങനെ പറഞ്ഞ് കുറച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചോളാം, എളുപ്പം വരാം. എന്താക്കണം ഞാൻ? ഇത് കുറേശ്ശെ എടുത്തിട്ടാൽ മതി. അതിൽ ഒക്കെ പകുതിയും മുക്കാലോ കണ്ടിടട്ടല്ലേ. ജീരകവും ഇഞ്ചിയൊക്കെ ഫുള്ളിടുക. മല്ലിയും ജീരകവും ഏലക്കായും ഫുള്ളിടും, ഇഞ്ചി ചതക്കിയും ഫുള്ളിടും. പിന്നെ ചുക്ക് പൊടിയും കുരുമുളകുമാണ് സംശയം, അത് നമുക്ക് പോരായി ഉണ്ടെങ്കിൽ നോക്കിയിട്ടിടാം. ഇഞ്ചിയും അതും ഇടട്ടെ. അങ്ങനെ തൽക്കാലം ഞാൻ കുറച്ച് സാധനം കൂടി അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. വെള്ളം വെച്ചേക്കല്ല, വെള്ളം ചൂടായി കിടക്കുകയാണ്. തീ ഇങ്ങനെ കത്തി പോകുമ്പോൾ എന്തെങ്കിലും അടുപ്പത്തൊക്കെ ആക്കിക്കാനൊരു സമാധാനമാണല്ലോ. പിന്നെ ചതക്കിയ ഇഞ്ചി ഇട്ടിക്കുന്നത്, ജീരകവും ഏലക്കായും പിന്നെ മല്ലിയും കൂടി പൊടിച്ച് വെച്ചില്ല, അതും ഇട്ട്. പിന്നെ ഇറ്റാലി ചുക്കിൻ്റെ പൊടി ഒരു 4 സ്പൂൺ തൽക്കാലം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് കുരുമുളകിൻ്റെ പൊടി 4 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി ചെമ്മച്ചിയൊക്കെ നോക്കിയിട്ട് ഇടാമെന്ന് പറഞ്ഞ്. പിന്നെ അത് ഏറിപ്പോയിക്കുകയാണെങ്കിലാണല്ലോ അധികം എരുണ്ടാകുകയും പിന്നെ വേറെ എന്തെങ്കിലും ചോയൊക്കെ വരിക. മറ്റേ ഭാഗത്തിന് എമ്മച്ചി എടുത്തേ ഉള്ളൂ. ഈ കുരുമുളക് നിങ്ങൾ കണ്ടില്ല, അധികം പൊടിയായി പോയിട്ടൊന്നുമില്ല കേട്ടോ. കണ്ടില്ല, എന്നാലും പൊടിയായേ ഇല്ല, ഇങ്ങനെ കിട്ടിയാൽ മതി. അത് അവസാനം ഇതെല്ലാം കൂടി വെന്ത് കഴിഞ്ഞിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ ഇയാൾ ഞമ്മ കിട്ടണം. അതുപോലെ ഇതിലൊരു കല്ല് ഉപ്പിട്ട്, അത് ഈ വീഡിയോയിലില്ല. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കിട്ടും. ആദ്യമൊക്കെ നമ്മൾ വറവ് ചെയ്യുമ്പോൾ ഉള്ളിനെ കൊടുത്ത് കറിവേപ്പില ഇടേന്, പിന്നെ ആ തുപ്പിയുണ്ട് എടുക്കണമല്ലോ. അപ്പം എന്നിട്ട് വേവിക്കുമ്പോൾ അതിലേക്ക് തന്നെ കറിവേപ്പില ഇട്ടേക്കല കേട്ടോ. കറിവേപ്പില ഇട്ടിക്കാണ് നല്ല ടേസ്റ്റാണ് വറവ് ചെയ്യുമ്പോൾ. അത് പിന്നെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ഇങ്ങനെ മൗലൂദൊക്കെ ചെല്ലുന്ന കൂട്ടത്തിലാണല്ലോ കാവ കുടിക്കുക, നമുക്ക് കറിവേപ്പില തുപ്പാൻ പോണ്ടേ. ഇങ്ങനത്തെ എല്ലാം കൂടി അടുപ്പത്ത് വെച്ച വെള്ളത്തിലേക്ക് ഇട്ടെടുത്തുനിന്ന് കലക്കി ഞാൻ പിന്നെ നട മൂടിയൊക്കെ കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വാസി വിളിക്കുന്നു, പോയി ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നല്ലോണം ഇങ്ങനെ അടുക്കി മൂടി വെച്ച് തീയും കത്തിച്ചങ്ങ് പോയി. മക്കളെ വരുമ്പോഴൊക്കെ ഇതെല്ലാം കൂടി പച്ച് ഞാൻ മൂടിമേലൊക്കെ ആക്കിയിട്ടോ, തൂക്കിയിട്ടൊന്നുമില്ല. ഇങ്ങനെ പുട്ട് ചുടുന്ന വീഡിയോ ഞാൻ ഇന്നലത്തെ ഇതിൽ ഉൾപ്പെടുത്തിക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞേക്കല്ലേ, ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്, ഇത് പാർട്ടായിട്ട് ഞാൻ ഇടുകയാണ്. പിന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ചിടാനായിട്ട് പറ്റിയില്ല. പിന്നെയാണ് ഈ കാവയൊക്കെ കാച്ചുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടെന്നൊക്കെ നല്ല മനസ്സിലാവും. ഇങ്ങനെ പുട്ടും ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം ഇതാക്കുന്ന ചെറിയുള്ളി അരിയാൻ വേണ്ടിയിട്ട് തോലൊളിച്ച് വെച്ചിരിക്കുന്നത്. ബീഫ് വരട്ടാനും വേണം, കാവൽക്കും വേണം കേട്ടോ. പിന്നെ ഈ ശർക്കര കാവയിൽ ഇടാനുള്ള നല്ല മൊഞ്ചുള്ള ശർക്കര കേട്ടോ, നല്ല കളറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതാ മൂടിയുമ്പോൾ പച്ച പൊങ്ങി ഇങ്ങനെ ഇതാക്കുന്നത് തൂകിയില്ല കേട്ടോ, ചെമ്പൻ്റെ വക്കുമലൊക്കെ ആയതാണ്. ഞാൻ ആദ്യം വിചാരിച്ച കലത്തിലാണ് കാവ കാച്ചുന്നത്, പിന്നെ അവർ പറയുന്നത് കലത്തിലൊന്നല്ല കാവ കാച്ചൽ ചെമ്പിലാണ് നോക്കാം. ഞാനങ്ങനെ മെയിനായിട്ട് കാവക്കൊന്നും മെനക്കെടുകയില്ല കേട്ടോ, അല്ലാത്ത കാര്യത്തിനൊക്കെ മെനക്കെടുക. അല്ലാണ്ട് അത് വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ നിലയൊക്കെ ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ കാവ കുടിക്കാൻ ഇഷ്ടമല്ല, എക്കിട്ടിടുകയും. കാവ കുടിക്കുമ്പോൾ എരിവൊക്കെ ഉണ്ടാകില്ല അത്യാവശ്യം, അത് കുടിക്കുമ്പോൾ ഇത് എക്കിട്ടിടലാണ്, പിന്നെ കുടിക്കുകയില്ല. ഇപ്പം പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അധികം എരിവൊന്നും ഉണ്ടാവലുമില്ല. അങ്ങനെ അത് വെന്ത് സാധനം കുറേ സമയം അടുപ്പത്ത് കിടന്ന് വെന്ത് വറ്റിക്കിടത്താത്തേക്ക് വന്ന് പിന്നെ അതിലേക്ക് 2 സ്പൂണ് കുരുമുളകും ഒരു 3 സ്പൂണ് ചുക്കിൻ്റെ പൊടിയൊക്കെ പിന്നെ ഇട്ടിക്കുന്നത്. പണ്ടൊക്കെ ഈ കാവ ഉണ്ടാക്കുമ്പോൾ സാധനങ്ങളൊക്കെ ഉരുളിയിട്ട് ചതുക്കിയിട്ടേനും അടുപ്പത്ത് വേവിച്ചെടുക്കൽ. ഇപ്പം പിന്നെ മിക്സിയൊക്കെ ഉള്ളതും കൊണ്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പം അതിനാരും അങ്ങനെ കാവ ഉണ്ടാക്കലും ഇല്ല കേട്ടോ. പിന്നെ അമ്മ വന്ന് ഞാനാണ് ഇതൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. മേമനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നല്ലോ. അടുപ്പത്ത് നിന്ന് കുറേ സമയത്ത് വെന്തതിന് ശേഷം ഇറക്കി വെച്ചതാണ്. പിന്നെ അത് അടുപ്പത്തേക്ക് നമ്മൾ ബീഫ് വരട്ടാൻ വെച്ച് കിട്ടും. ബീഫ് വരട്ടുന്നൊക്കെ വീഡിയോ നാളത്തേൽ ഉൾപ്പെടുത്താം. ഇങ്ങനെ ഇത് അരച്ചിങ്ങാൻ ഇതിൻ്റെ ചണ്ടി നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ അത് അരക്കുകയാണ്. പിന്നെ ആ ചെമ്പിൽ വെച്ച് വേവിക്കുകയെന്ന് അമ്മയാണ് പറയുന്നത്. അടുപ്പത്ത് തന്നെ വെച്ചിങ്ങാൻ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് സ്റ്റീൽ ചെമ്പിലാക്കാൻ, എന്നിട്ട് ഗ്യാസുമെന്ന് വേവിച്ചെടുക്കുന്നത്. പിന്നെ കരിയുള്ള പാത്രം ഒന്ന് അടുപ്പത്തേക്ക് കൊണ്ടുപോകണ്ടല്ലോ. എൻ്റെ അമ്മച്ചിക്കാണെങ്കിൽ പഴയ പാത്രം ഒന്നും ഒഴിവാക്കാൻ തോന്നില്ല കേട്ടോ. അടുപ്പത്ത് വെച്ച് ഞാൻ സാധനമൊക്കെ വേവിച്ചെടുക്കണേറ്റ് ആ പഴയത് മതി. പുതിയ എടുത്തേക്കാണെങ്കിൽ തെച്ചോറ് വെളുപ്പിക്കാനാവില്ല എന്നറിയും. പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എടുക്കാത്തത്. അതൊക്കെ റേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വരിയായിട്ട് നോക്കി നിൽക്കുകയാണല്ലോ. അവരൊന്നും കൂടെ പുറത്തേക്ക് എടുക്കില്ല. അതുകൊണ്ട് അതും ആയി പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ വെച്ചേക്കുക. ഈ പാത്രങ്ങളൊക്കെ എടുക്കാണ്ട് നിൽക്കുകയാണെങ്കിൽ പുള്ളിക്കൂത്ത് വന്ന് ഇങ്ങനെ കേടുന്നോക്കുകയും ചെയ്യും. ഞങ്ങളെ പഴയ പോലത്തെ പാത്രങ്ങളാണ്. പിന്നെ പുതിയ കൂടിയപ്പോൾ പാസിനാന്ന് കുറേ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കിട്ടും. ആ പാത്രങ്ങളൊന്നും എടുത്തില്ല. ഞങ്ങൾ ഇന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്, ഇനി പോരണ്ടായി കൂടുതലൊന്നും വലിയൊരു പാത്രം വാങ്ങിയത്, ചെറിയ പാത്രം വാങ്ങിയാൽ മതി. എല്ലാവർക്കും ഗ്യാസുമേലും അടിയും ഇവിടെയൊക്കെ വെക്കുന്ന പാത്രങ്ങൾ മതി. കറണ്ടുമേലും ഗ്യാസുമേലും ഒക്കെ. അടുപ്പത്ത് വെക്കുന്ന പാത്രം ആർക്കും വേണ്ട. എല്ലാവരും ഇപ്പം ബിരിയാണി വെക്കുന്നില്ല, നെയ്ച്ചോറ് വെക്കുന്നില്ല. നെയ്ച്ചോറ് ഇനി വെക്കുകയാണെങ്കിൽ ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലല്ലേ, ഗ്യാസുമേലല്ലേ വെക്കുക, അല്ലേ കുക്കറിൽ. വലിയ വട്ടച്ചമ്പൊന്നും എടുത്ത് അടുപ്പത്ത് വെച്ച് ആരും പരിപാടിയൊന്നും കഴിക്കുന്നില്ലല്ലോ. അല്ലേ ഫുഡൊക്കെ പാർസൽ വാങ്ങുകയും ചെയ്യും. ആദ്യമൊക്കെ നമ്മളെ ഒരേ പരിപാടി കഴിക്കുകയാണെങ്കിൽ, ബിരിയാണി ആണെങ്കിൽ, നെയ്ച്ചോറാണെങ്കിൽ, മഞ്ഞച്ചോറാണെങ്കിൽ, ഈ മൗലൂദിനൊക്കെ മഞ്ഞച്ചോറായിട്ടുണ്ടാവൽ. പിന്നെ മഞ്ഞച്ചോറും പോത്ത് എല്ലാം കൂടി ഇട്ടൊരു കറിയും ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ചെമ്പും പാത്രമൊക്കെ വേണ്ടീന്, വട്ടച്ചെമ്പൊക്കെ.
അങ്ങനെ വെക്കാത്തതും കൊണ്ടാണ് ആവശ്യമില്ലാത്തത്. അങ്ങനെ ഈ കാവൻ്റെ സാധനങ്ങളൊക്കെ പിഴിഞ്ഞെടുത്തതിൻ്റെ ചണ്ടിയാണ് കേട്ടോ ഇത് പണ്ടുള്ള ആൾക്കാരൊക്കെ ആ ചണ്ടി എടുത്തെങ്ങാൻ ഉണക്കി പൊടിച്ചെങ്ങാൻ തൊണ്ടവേദനക്കും ജലദോഷത്തിനൊക്കെ തിന്നേനു കേട്ടോ. ഇപ്പോൾ അതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഇലക്ക് വേണ്ടി കൂകപ്പൊടി നല്ലോണം പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടാകുക വെയിലത്ത് വെച്ച് കൊടുക്കുന്ന സാധനമല്ലേ, എന്തെങ്കിലും കാറ്റിനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഈ കൂകപ്പൊടിയിലേക്ക് നമ്മൾ കാച്ചിച്ച കാവ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരാണ് ശർക്കരൻ്റെ പോരാകുണ്ട് ഞാൻ വന്നപ്പോൾ പറഞ്ഞിട്ട് ഒരാണിയും കൂടി വേണം എന്നൊക്കെ അമ്മച്ചി തിരിഞ്ഞിട്ടാണ് ശർക്കര കാണുന്നില്ല, പിന്നെ കണ്ടുപിടിച്ച്. ഈ കൂകപ്പൊടി ചേർക്കുന്നതിനനുസരിച്ച് അടുപ്പത്ത് വെച്ച് നമ്മൾ വേവിക്കുമ്പോൾ നല്ലോണം മുയിപ്പ് കൂടും. പിന്നെ നമ്മൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് നമ്മളൊക്കെ കറക്റ്റായിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല, അളവെത്ര വേണ്ടിയിരുന്നു. ഒന്നും ഉണ്ടാക്കുന്ന മുതലല്ല. പിന്നെ ആണെങ്കിൽ ആൾ കൂടുന്നതിനനുസരിച്ച് സാധനം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ആവും ചെയ്യുമല്ലോ. അങ്ങനെ ഒരാണ് ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അലിഞ്ഞ് തീരുമ്പോൾ മധുരം അല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. അധികം മധുരമായാലും എരിവായാലും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, ഒക്കെ പാകത്തിനായി കിട്ടണമല്ലോ. അങ്ങനെ ഇതെല്ലാം കൂടി അടുപ്പത്തിൽ ഒന്നുകൂടി ഇളക്കി വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടും ശർക്കരൻ്റെ മധുരം പോരായാന്ന് ഞാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വറവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചട്ടിയിലേക്ക് ചുടുവെള്ളത്തിലേക്ക് ശർക്കര ഇട്ട് അലിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് മുയിപ്പും കൂടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചുടുവെള്ളം വേണമല്ലോ. ഇനി അടുത്ത പരിപാടി കാവ വറവ് ചെയ്യല കേട്ടോ. ഇനി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നു. ചൂടായപ്പം ചെറിയുള്ളി ഇട്ടെടുത്ത് എല്ലാം ചുവന്ന് വരട്ടെ. അല്ല നിങ്ങൾ വരുമ്പോഴേക്ക് ഇവിടുത്തെ പണിയൊക്കെ ഞങ്ങൾ പെങ്ങന്മാരൊക്കെ തീർത്തില്ല വന്നിട്ട് അനുസരിക്കും ഉച്ച ശേഷമുള്ള പണി ഉമ്മക്കും അനുസരിക്കും കടു തരാൻ വിചാരിച്ചു. ഫാസിൻ്റെ അമ്മ വന്ന് നോക്കത്തില്ല പണി കാണാനായിട്ട് അമ്മ എങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ എല്ലാ പണിയും നിങ്ങൾ തീർത്താനോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വരുമ്പോൾ ഉള്ളതൊക്കെ ഞങ്ങൾ എടുത്ത് തീർത്തേക്കുന്നത്. ഇനി തിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ പാത്രം കഴിയാൻ അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾക്കും അനിയത്തിയൊക്കെ തരുന്നുണ്ട്. എന്നാലും അമ്മയും അനിയത്തിയോളും അതും എടുത്ത് പെങ്ങന്മാരൊക്കെ ഇതും എടുത്തെന്ന് പറയാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ എന്ത് പണിയുണ്ടെങ്കിൽ എല്ലാവരും കൂടി കലിപ്പിലെടുക്കാനല്ലാണ്ട് ഓല അടുക്കളയിലാക്കി ഞങ്ങൾ പോവുകയോ ഞങ്ങൾ അടുക്കളയിലാക്കി ഓല് പോവുകയോ ഒന്നും ചെയ്യില്ലോട്ടോ. എല്ലാവരും കൂടി ഒത്തൊരുമയിലെടുത്ത് പാത്രം കഴുകി അടിച്ചാരി തുടച്ച് വൃത്തിയാക്കിയിട്ടേ പോരും കേട്ടോ. എന്നാൽ തന്നെ പ്ലേറ്റൊക്കെ ഞാൻ തുടയ്ക്കാനപ്പോൾ ഫാസിനോട് പറഞ്ഞാൽ നിങ്ങൾ തുടയ്ക്കേണ്ട, വെള്ളം ഇങ്ങനെ വാർന്നു അവിടെ കമത്തി വെച്ചാൽ മതി, ഞാൻ തുടച്ചോളാം നോക്കാം. ഞങ്ങളിങ്ങനെ അടുക്കളത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ ഫാസിനോട് ഇറങ്ങിയില്ല കൂടെ ഉണ്ടെങ്കിൽ വേഗം പോയി എൻ്റെ പണിയൊക്കെ എടുത്ത് തീർക്കുന്ന പിന്നെ എല്ലാവരുടെ പണിയും വേഗം കഴിയല്ലോ. കാവ വറവിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ വേഗം കുറച്ച് വെള്ളവും വെച്ച് അതിലേക്ക് ശർക്കരയിട്ട് അലിയിപ്പിച്ചിട്ടോ. അന്നപ്പം കാവിൻ്റെ മുയിപ്പും കുറഞ്ഞിട്ടും പിന്നാണ് കാവയ്ക്ക് മധുരവും കൂടി കിട്ടുമല്ലോ. അങ്ങനെ നോക്കി മധുരം ഇട്ട് കൊടുത്താൽ കേട്ടോ, അധികം അയപ്പാണ്ടിക്കാൻ വേണ്ടിയിട്ട്. ഈ കാവയിൽ നമ്മൾ പായസത്തിലിടുമ്പോൾ മധുരം ഇടാൻ പറ്റൂലല്ലോ, എരിവൊക്കെയുള്ള സാധനമല്ലേ, അതിനെക്കൊണ്ട് അധികം മധുരം ആയിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തായാലും മക്കളെ ഇത് അടിപൊളി സാധനം കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്ട് എന്നിട്ടൊന്ന് കുടിച്ചു നോക്കാണ്ട്. തൊണ്ടക്കും നന്ന്, തൊള്ളക്കും നന്ന്, പള്ളക്കും നന്ന്. അതൊക്കെയാണ് മക്കളെ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണം ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ ആയിട്ടാണ് അടുത്ത ദിവസം വരുന്നുണ്ട്. ഇന്ന് നമുക്ക് അടുത്തൊരു മൗലൂദുണ്ട് കേട്ടോ. അനിയത്തിൻ്റെ അടയൊക്കെ പോകാനൊക്കെ ഒരുങ്ങാണ്. അങ്ങനെ എടുത്ത വീഡിയോസ് തന്നെ തീർന്നില്ല കേട്ടോ. ഇനിയൊരു വീഡിയോയും കൂടി ഇടാനുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് കൊടുത്തിട്ടൊന്നുമില്ല. ഗാലറി ആണെങ്കിൽ ഫുള്ളായി എടുക്കുകയും ചെയ്യുമല്ലോ. എന്നിട്ട് വേണം അനിയത്തിൻ്റെ ആടെ നിൽക്കുന്ന വീഡിയോ ഇടാൻ. അടുത്ത 10 ദിവസത്തൊക്കെ ഉണ്ടാവും ഓർമ്മയില്ല, അതാണ് ചുരുക്കി എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ മക്കളെ മെനിയാന്ത വീഡിയോയിൽ ഒരു ഉഡായിപ്പിൻ്റെ കമൻറ്റിൻ്റെ പറഞ്ഞില്ലേ ഞാൻ, അത് കമൻറ്റ് ഇട്ടോലെ എന്നെ ഡിലീറ്റ് ആക്കിയാണ് കേട്ടോ. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കിയത് ഒരു ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, വേറെ ഉള്ളവരെ കാണാൻ വിചാരിച്ചിട്ട് എങ്ങനെ അയക്കൂ. അല്ലെങ്കിൽ ആ കമൻറ്റ് കണ്ടിട്ട് ഞാൻ അതിന് മറുപടി ആയിട്ടൊന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിറ്റേന്നത്തെ വീഡിയോയിലല്ലേ ഞാൻ പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞത്. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഡിലീറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, മുത്തുവിൻ്റെ കൂടെ നിങ്ങൾ എന്നെ ഉള്ളതിനോ പുയ്യാപ്പൻ്റെ ഉള്ളതിലൊന്നും ഇല്ലായിരുന്നു. അത് ഞാൻ കണ്ടു കിട്ടോ. അതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തേക്കും. കണ്ട അന്നപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തേക്കലുണ്ട്. ഓലുള്ളവരും ഉണ്ടായിട്ട് എല്ലാവരെയും നമുക്കങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ. പിന്നെ ചിലർക്കൊന്നും നമ്മളെ വീഡിയോയിൽ വരാൻ ഇഷ്ടമുണ്ടാവില്ല, യൂട്യൂബിൽ ഇടുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അതിനെക്കൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാവരെയും വീഡിയോ എടുക്കാണ്ടിരുന്നത്. അതിനൊക്കെ മറുപടി തരാമല്ലോ വിചാരിച്ചെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെക്കുന്നേരോ കമൻറ്റൊക്കെ അടുക്ക് എടുക്കുന്നുണ്ട്, റിപ്ലൈ തരാൻ കഴിയുന്നില്ല കേട്ടോ. അന്നപ്പോൾ മനസ്സിലായതാണ് ഓര് ഡിലീറ്റ് ആക്കിക്കുന്നുള്ളത്. ഓര് ഡിലീറ്റ് ആക്കിയാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആ മെസ്സേജ് ഉണ്ടാവും. അതിനെക്കൊണ്ട് മറുപടി തരാൻ എനിക്ക് അതിൽ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ മറുപടികളൊക്കെ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. ഞാൻ റിപ്ലൈ കമൻറ്റ് ബോക്സ് തന്നില്ലെങ്കിലും അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. അതുപോലെ നമ്മളെ ഫാമിലി ഫോട്ടോ ആവശ്യപ്പെട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, അതും ഡിലീറ്റ് ആക്കിക്കുന്നു. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ.